കുട്ടികളെ, നിങ്ങൾക്ക് വേദനിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അതെ, ഒന്നുകിൽ മരുന്ന് പുരട്ടും, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകും. പക്ഷേ നിങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഏതെങ്കിലും ഒരാൾക്ക് മുറിവുണ്ടായാൽ എന്തു ചെയ്യും? അയാളെ സഹായിക്കുമോ? എനിക്കറിയാം, പലരും ഇങ്ങനെ പറയും, അതെന്റെ ജോലിയല്ലെന്ന്. പക്ഷെ ഓർമ്മിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കുന്നത് ഒരു നല്ല ഗുണമാണ്. ഒരു നല്ല പ്രവൃത്തി മറ്റൊന്നിലേക്ക് നയിക്കും. പക്ഷേ ഓർക്കുക, ആ വികാരം ഹൃദയത്തിൽ നിന്ന് വരണം. കരുണയോടെയുള്ള വാക്കുകൾ, നമ്മുടെ ഒരു നല്ല പ്രവൃത്തി, നാം മറ്റുള്ളവരെക്കുറിച്ച് എത്ര ചിന്തിക്കുന്നു എന്നത് കാണിക്കും. നമ്മൾ ഈ കഥയിൽ മദർ തെരേസയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളും അവരെപ്പോലെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. രാഹുൽ, നീ എവിടെയാണ്? വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ. നമ്മുടെ തോട്ടക്കാരന്റെ കൈ മുറിഞ്ഞു. വരുന്നു അച്ഛാ. രാഹുലും അവന്റെ അച്ഛനും തോട്ടക്കാരന്റെ മുറിവ് കെട്ടിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. എന്താണച്ഛാ, അയാളോട് ഡോക്ടറെ അടുത്ത് പോവാൻ പറയാമായിരുന്നില്ലേ? എന്തിനാണ് അച്ഛൻ മുറിവ് കെട്ടിയത്? രാഹുൽ, അങ്ങനെ പറയരുത്. ഇതൊരു സഹായം മാത്രമാണ്. നിനക്ക് മദർ തെരേസയെ അറിയില്ലേ? അറിയാം, അവരെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതലായി അറിയില്ല. ശരി, കേട്ടോളൂ. മദർ തെരേസ ആഗസ്റ്റ് 26, 1910 ജനിച്ചത്, അൽബേനിയ എന്ന നാട്ടിൽ. 12ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വിളി അവർക്ക് ശക്തമായിട്ടുണ്ടായി. താൻ ഒരു മിഷണറി ആവേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കണമെന്നും. 18ാമത്തെ വയസ്സിൽ അവർ തന്റെ വീട്ടിൽ നിന്ന് യാത്രയായി. എന്നിട്ട് ലോവട്ടോയിലെ സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്നു. ഇന്ത്യയിൽ ഒരു ഐറിഷ് സമൂഹം കന്യാസ്ത്രീകളായിട്ട് പ്രവർത്തിച്ചു വന്നു. ഏതാനും മാസങ്ങൾ ഡബ്ലിംഗ് പരിശീലനം നേടിയ ശേഷം മെയ് 24, 1931 അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. 1931 മുതൽ 1948 വരെ മദർ തെരേസ കൽക്കത്തയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. എന്നാൽ 1948 പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സമർപ്പിക്കണമെന്നവർ തീരുമാനിച്ചു. കൽക്കത്തയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും തീരുമാനിച്ചു. അവർ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങി. എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തു. സ്വന്തം ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. ഒരു മടിയുമില്ലാതെ അവർ പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിച്ചു. അവർ തന്റെ ജീവിതം മുഴുവനും പാവങ്ങൾക്കായി സമർപ്പണം ചെയ്തു. തന്നെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. എനിക്ക് മനസ്സിലായി അച്ഛാ. ഞാനും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കും, എന്നാലാവുന്നത്ര. വളരെ നല്ല കാര്യം. ശരി, നീ പോയി പഠിച്ചോളൂ മോനെ, പോയിക്കോ. ഫസ്റ്റ് എയ്ഡ്, ശരിയായ ചികിത്സ കൊടുക്കുന്നതിന് മുൻപ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ. കേട്ടസി, മാന്യതയോടുകൂടിയ സഹായം നൽകുക. മിഷനറി, ഒരു മതത്തിലേക്ക് മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നവർ.